സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം റിയൽ ചൂടും കനക്കുകയാണ്. പ്രചാരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കനത്ത ചൂട് സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയായിട്ടുണ്ട്. പ്രചാരണ പരിപാടികൾ രാവിലെയും വൈകുന്നേരവുമായി ചുരുക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മീനമാസത്തിലെ പൊരിഞ്ഞ വെയിലിന് എന്ത് സ്ഥാനാർത്ഥി, എന്ത് തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ സ്ഥാനാർത്ഥികളെ എങ്ങനെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള തത്രപ്പാടിലാണ്. വെറും ത്യാഗം മാത്രമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ 38 ഡിഗ്രി വരെ ഉയർന്ന താപനില അത് അങ്ങനെ ഇങ്ങനെയൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല. തെരഞ്ഞെടുപ്പ് ചൂടിനെ കരുതി റിയൽ ചൂടിനെ തള്ളിക്കളഞ്ഞാൽ പണി പാളുമെന്ന് സ്ഥാനാർത്ഥികൾക്കും അറിയാം. കനത്ത ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവയ്ക്ക് കാരണമാകും. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ പരസ്യപ്രചാരണം ഒഴിവാക്കാനും രാവിലെയും വൈകുന്നേരവും കൂടുതൽ സമയം സജീവമാകാനുമാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. പാർട്ടികൾ തമ്മിൽ ഡീൽ ആരോപണം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ജില്ലകളിൽ 38 ഡിഗ്രി വരെ താപനില ഉയർന്നുണ്ട്. സ്വാഭാവികം മാത്രമാണത്. ചൂട് കലക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചൂട് മനസ്സിലാക്കാനോ അതിന്റെ കൂടെ നിൽക്കാനോ ഒന്നും നമ്മുടെ സമയമില്ല. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് നോക്കി നമ്മൾ നിൽക്കരുതല്ലോ, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർഭരണം ആലോചിച്ച് വെള്ളം കുടിക്കുന്നവർ, അതുക്കും താഴെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുന്നേ മണ്ഡലത്തിലെ വെള്ളം മൊത്തം കുടിച്ചവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർജ്ജലീകരണം ഉണ്ടാവില്ലായിരിക്കും. കാലുവാരൽ, തമ്മിലടി, തൊഴുത്തിൽ കൊത്ത്, പാരവയ്പ്, കട്ടപ്പ മൂവ്, ഇതിനിടയ്ക്ക് ചൂടൊക്കെ എന്ത് നിസ്സാരം, വെറും നിസ്സാരം. ഇനി സ്വല്പം സീരിയസ് മാറ്റർ. പ്രചാരണത്തിന് പോകുന്നവർക്കായി കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെ കഴിവതും റാലികളും യോഗങ്ങളും സമ്മേളനങ്ങളും ഒഴിവാക്കണം. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണം. അഴഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഗദർ ധരിക്കുന്നവർക്ക് ഇപ്പൊ ലാഭായില്ലേ? പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഉള്ളിലെ തീ പോലെ കാട്ടുതീയെയും കരുതണം. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവരാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെന്ന് അറിയാലോ. അവർ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിനും വൈകുന്നേരങ്ങളിലെ പൊതുയോഗങ്ങൾക്കും മുൻഗണന നൽകി മുന്നോട്ട് പോകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഹൈടെക് പ്രചാരണം ഇച്ചിരി കൂടുതലായതിൽ സംശയിക്കേണ്ട. ചൂടല്ലേ, ഈ തീയിൽ കുർത്തത് വെയിലത്ത് വാടില്ല എന്ന ഡയലോഗൊന്നും സൂര്യൻ അറിയില്ലല്ലോ. പിന്നെ ഈ സമ്മേളനങ്ങളൊക്കെ ഗൂഗിൾ മീറ്റ് വഴി നടത്തണമേ. എന്താ ഒരു മാറ്റമൊക്കെ വേണ്ടേ? സനിത ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.